Hi dear students, welcome to A Plus Physics. A Plus Physicsന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വേവ് ഒപ്റ്റിക്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇൻ ദിസ് മൊഡ്യൂൾ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് how we can explain reflection and refraction with the help of Huygens principle. Huygens principle ഉപയോഗിച്ച് അല്ലെങ്കിൽ വേവ് ഫ്രണ്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിച്ച് റിഫ്ലക്ഷനെയും റിഫ്രാക്ഷനെയും നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആദ്യം റിഫ്ലക്ഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് ബൈ യൂസിങ് വേവ് തിയറി അല്ലെങ്കിൽ ഹൈഗൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ വേവ് ഫ്രണ്ട് ലൈറ്റിൻ്റെ വേവ് ഫ്രണ്ട് കൺസിഡർ ചെയ്തിട്ട് എങ്ങനെയാണ് ലോ ഓഫ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോ ഓഫ് റിഫ്ലക്ഷൻ. വാട്ട് ഈസ് ലോ ഓഫ് റിഫ്ലക്ഷൻ? ആംഗിൾ ഓഫ് ഐ is equal to angle of R. That is, incident angle is equal to reflected angle. ഇവിടെ നമ്മൾ നിങ്ങൾക്കൊരു ഡയഗ്രാം കാണാൻ വേണ്ടി പറ്റും. ഈ ഡയഗ്രത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് റിഫ്ലക്ഷൻ ആണ്. ദാറ്റ് മീൻസ് കൺസിഡർ 2 ലൈറ്റ് റേസ് ആർ കമ്മിങ്. ലൈറ്റ് റേ വരുന്നുണ്ട്. ഈ ലൈറ്റ് റേൻ്റെ ഒരേ സമയത്ത് വരുന്ന ഒരു എൻവലപ്പ്, അതിന് പറയുന്ന പേരാണ് എന്ത്? വേവ് ഫ്രണ്ട്. നമ്മൾ പഠിച്ചതാണ് എന്താണ് വേവ് ഫ്രണ്ട്. സോ ദിസ് ഇസ് എ ബി ഇസ് ദ വേവ് ഫ്രണ്ട് ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻ? ഇവിടെ this is our mirror, xy is the mirror, so it will reflect and it will reflect it back. Hit here and reflecting it back. So light ഇങ്ങനെ വരുന്നു, ലൈറ്റ് റേ ഇങ്ങനെ വരുന്നു, റിഫ്ലക്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ലൈറ്റ് when it reaches here, again it wanted to travel the same medium, so it will continue till this. ഇവിടെ എത്തുമ്പോൾ ഇത് മിററിൽ ടച്ച് ചെയ്യുന്നു, then it will reflect. ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. സോ ലൈറ്റ് റേ വരുന്നു, റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ അറ്റ് എ പോയിന്റ്, ഒരു പോയിന്റ് ടി ടൈമിന് ശേഷം എന്ത് സംഭവിക്കുന്നു? അല്ലെങ്കിൽ ദ ടൈം വെൻ ദിസ് ലൈറ്റ് റേ വിൽ ടച്ചസ് ഹിയർ, ദിസ് ലൈറ്റ് റേ വിൽ റീച്ച് ഹിയർ. സോ ഇതും രണ്ടും കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഒരു എൻവലപ്പ് അല്ലെങ്കിൽ ലോക്കസ്, അതാണ് നമ്മൾ പറഞ്ഞ എന്ത്? വേവ് ഫ്രണ്ട്. സോ എ ബി ഈസ് ദ ഫസ്റ്റ് വേവ് ഫ്രണ്ട്, ഓർ വി വിൽ കോൾ ഇറ്റ് ആസ് ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട്. സോ എ ബി ഈസ് അവർ ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട്. Similarly, when light reaches here, it will start to reflect. So ഇതിവിടെ ഓൾറെഡി റിഫ്ലക്റ്റ് ചെയ്തു, ഈ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തു. അപ്പോൾ ഈ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നതിൽ നിന്നും നമ്മൾ നേരത്തെ റിഫ്ലക്റ്റ് ചെയ്തു വരുന്ന ലൈറ്റിലേക്ക് again we will connect a line and that envelope is called reflected wavefront. So BA or AB is our incident wavefront and DC is our reflected wavefront. ഇനി വളരെ സിമ്പിളായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ആംഗിൾ ഐ ഇസ് ഈക്വൽ ടു ആംഗിൾ ആർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് വാട്ട് ഇസ് ആംഗിൾ ഓഫ് ആംഗിൾ ഐ. ആംഗിൾ ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസിഡൻറ്റ് റേ നോർമലി ആയിട്ടുണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. സിമിലർലി റിഫ്ലക്റ്റഡ് റേ നോർമലായി ഉണ്ടാക്കുന്ന ആംഗിളാണ് റിഫ്ലക്റ്റഡ് ആംഗിൾ ഓർ ആംഗിൾ ആർ. ഇനി ഇഫ് സപ്പോസ് ദിസ് ഇസ് ഐ, വി ക്യാൻ സേ ദാറ്റ് ദിസ് വൺ ഇസ് ഓൾസോ ഐ. ഇതും ഐ ആയിരിക്കും. Right? This is also I. Here, if this is R, this one is also R. ഇതും ആംഗിൾ ആർ ആയിരിക്കും. ഒന്ന് നോക്കുക, ആംഗിൾ ആർ ആയിരിക്കും. Then, what is remaining there? അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? This is I, this is I, this one is I, this one is I. Now we are going to prove what is angle I is equal to angle R. അതായത് law of reflection satisfy ചെയ്യുന്നത് if angle I is equal to angle R. That means incident ray angle of incidence is equal to angle of reflection. ഇവിടെ നമ്മൾ വേവ് ഫ്രണ്ട് വെച്ചിട്ട് പറയുകയാണെങ്കിൽ this is angle of incident and this is angle of reflection. ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം, അത് സെയിം ആണോ എന്നുള്ളത്. So for that, consider the triangle ABC or BAC. Triangle BAC. BAC. And next triangle BDC. BDC. Consider two triangle A or BAC and BDC. Okay. Then when you consider this two, angle A and angle D is 90. We can write that angle BAC is equal to 90 degree. The next one, angle and also angle BDC is also 90 degree. ഇത് 90 ആണ്, ഇത് 90 ആണ്. റൈറ്റ്. നെക്സ്റ്റ് പോയിന്റ് നമുക്കറിയാം
ദ ലൈറ്റ് വിച്ച് വിൽ ട്രാവൽ ഫ്രം ഹിയർ ടു ഹിയർ, ഇവിടെ നിന്ന് ഇവിടം വരെ ട്രാവൽ ചെയ്യുന്ന ദൂരം എന്ന് പറയുന്ന സമയത്ത് തന്നെയാണ് ലൈറ്റ് ഇവിടെ നിന്ന് ഇവിടം വരെ സഞ്ചരിക്കുന്നത്, റൈറ്റ്? അതായത് ഈ ലൈറ്റ് ഇങ്ങനെ പോയി ഇവിടെ ഹിറ്റ് ചെയ്യുന്ന സെയിം ടൈമിലാണ് ഈ ലൈറ്റ് ഇവിടെ നിന്ന് ഇവിടം വരെ എത്തുന്നത്, സെയിം ടൈമിലാണ്. അതായത് ഇവിടെ ലൈറ്റ് വരുന്നു, തിരിച്ച് ഇവിടെ എത്തുമ്പം നമ്മൾ ഈ ലൈറ്റ് ഇവിടെ നിന്ന് എത്തി ഇവിടെ എത്തും. ദാറ്റ് മീൻസ് ഫ്രം ദിസ് ഡയഗ്രാം, കൺസിഡറിങ് ദ ലൈറ്റ് റേ, വി ക്യാൻ റൈറ്റ് വാട്ട്? AC is equal to BD. Side AC is equal to BD or BD is equal to AC. ഇവിടെ നിന്ന് ഇവിടെ എത്താൻ എടുക്കുന്ന ടൈം തുല്യമാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളത്. ലൈറ്റ് മൂവിങ് ഇൻ ദ സെയിം മീഡിയം, സോ ദാറ്റ് ഡിസ്റ്റൻസ് വിൽ ബി ദ സെയിം. ആഫ്റ്റർ എ ടൈം ടി, ദിസ് BD ലൈറ്റ് എത്രയാണോ ട്രാവൽ ചെയ്യുന്നത് അത്ര ദൂരം തന്നെയാണ് ഇതും അത്ര സമയം തന്നെ അതേ വേവ് സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നു. സോ സെയിം ഡിസ്റ്റൻസ് വിൽ ട്രാവൽ ഫ്രം BD ആൻഡ് AC. സോ വി ക്യാൻ റൈറ്റ് AC is equal to BD. Next one, BC is common, right? BC is, side BC is common for both the triangle BAC and triangle BDC. Clear aanallo? First point is that this two angles are 90 perpendicular. Second point, the same distance BD is equal to AC. അതായത് velocity, suppose the velocity is v1 and which I am giving a time t1, then the distance traveled from B to D will be the same A to C. So AC is equal to BD. Then BC is common. So 3 points are there. Angle is same, two sides are same. Then what we can say, triangle BAC is equal to triangle BDC. BAC ട്രയാങ്കിളും ട്രയാങ്കിൾ BDCയും സെയിം ആണെന്നായി. കാരണം രണ്ട് സൈഡും ഒരാംഗിളും സെയിം ആണെങ്കിൽ രണ്ട് ട്രയാങ്കിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും, ഐഡൻറ്റിക്കൽ ആയിരിക്കും. ദെൻ ഇഫ് ദ ടു ട്രയാങ്കിൾസ് ആർ സെയിം, ദെൻ വാട്ട് അബൌട്ട് ദിസ്? ദ ആംഗിൾ ABC ഈക്വൽ ടു ആംഗിൾ DCB. ഈ സൈഡും തുല്യമാണ്, ഈ സൈഡ് രണ്ടിനും കോമൺ ആണ്, ഈ രണ്ട് ആംഗിൾ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് ആംഗിൾ ABC is equal to angle DCB. That is, this one is I, so this one is I. So we can write angle I is equal to angle R. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ മെയ്ഡ് ബൈ ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട്. വാട്ട് ഈസ് ദിസ് ആംഗിൾ? ദ ആംഗിൾ മെയ്ഡ് ബൈ റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട്. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഹെൻസ് പ്രൂവ്ഡ് വാട്ട്? റിഫ്ലക്ഷൻ. സോ റിഫ്ലക്ഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. എങ്ങനെ? ബൈ യൂസിങ് വേവ് ഫ്രണ്ട്. രണ്ട് വേവ് ഫ്രണ്ട് കൺസിഡർ ചെയ്തു, ഇൻസിഡൻറ്റ് റേ കൺസിഡർ ചെയ്തു, റിഫ്ലക്റ്റഡ് റേ കൺസിഡർ ചെയ്തു. ദെൻ വേവ് ഫ്രണ്ട് വരച്ചു, രണ്ട് ട്രയാങ്കിൾ എടുത്തു, ആ രണ്ട് ട്രയാങ്കിളും ഐഡൻറ്റിക്കലാണ്. ദെൻ ദ ആംഗിൾ വിൽ ബി ദ സെയിം. സോ വി ക്യാൻ പ്രൂവ് ആംഗിൾ I is equal to angle R. ഇതിന് പറയുന്ന പേരാണ് എന്ത്? ലോ ഓഫ് റിഫ്ലക്ഷൻ. ആംഗിൾ I is equal to angle R എന്ന് പറയുന്ന പേരാണ് ലോ ഓഫ് റിഫ്ലക്ഷൻ. അപ്പം ലോ ഓഫ് റിഫ്ലക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ബൈ യൂസിങ് വേവ് തിയറി വി ക്യാൻ എക്സ്പ്ലെയിൻ റിഫ്ലക്ഷൻ. ക്ലിയർ? ഇതുപോലെ തന്നെ നമുക്ക് റിഫ്രാക്ഷനും കാണാം. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് നീങ്ങാം. ഇവിടെ റിഫ്രാക്ഷൻ ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഹിയർ വി ഹാവ് എ റെയറർ മീഡിയം ആൻഡ് ഡെൻസർ മീഡിയം. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് റിഫ്രാക്ഷൻ. ബെൻഡിങ് ഓഫ് ലൈറ്റ് വെൻ ദ ലൈറ്റ് ഈസ് മൂവിങ് ഫ്രം വൺ മീഡിയം ടു അനദർ. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് ബെൻഡ് ചെയ്യുന്നു. ഇതിന് പറയുന്ന പേരാണ് റിഫ്രാക്ഷൻ. ഇവിടെ നമുക്ക് രണ്ട് മീഡിയം ഉണ്ട്, ഒന്ന് റെയറർ മീഡിയം, മറ്റേത് ഡെൻസർ മീഡിയം. ഈ റെയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ബെൻഡിങ് ആണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. അപ്പം ഇവിടെ രണ്ട് ലൈറ്റ് റേസ് ഉണ്ട്. ദിസ് ആർ ദ ടു ലൈറ്റ് റേസ് ആർ കമ്മിങ് ആൻഡ് ഇറ്റ് വിൽ ബെൻഡ്. ഇനി നമ്മളിവിടെ കാണാൻ പോകുന്നത് വേവ് ഫ്രണ്ട് ഉപയോഗിച്ചിട്ടാണ്. അപ്പം രണ്ട് ലൈറ്റ് റേ, അത് നമുക്കിവിടെ ഒരു റെയറർ മീഡിയം ഉണ്ട്, ഒരു ഡെൻസർ മീഡിയം ഉണ്ട്. ഞാൻ പറഞ്ഞു റെയറർ മീഡിയം ഡെൻസർ മീഡിയം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ഒപ്റ്റിക്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതറിയാത്തവർ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആവും. സോ V1 and V2 are the velocity of that mediums. V1 is greater than that of V2 because റെയറർ മീഡിയത്തിലെ സ്പീഡ് കൂടുതലായിരിക്കും ദാൻ ഡെൻസർ മീഡിയം. അങ്ങനെ രണ്ട് ലൈറ്റ് റേസ് മൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട്.
എനിക്ക് എങ്ങനെയാണ് ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട് കിട്ടിയത്? ഇൻസിഡൻറ്റ് റേ എന്ന് പറഞ്ഞിട്ടുണ്ട് ലൈറ്റ് റേ വിച്ച് ഈസ് ഗോയിങ് ടു ഇൻസിഡൻറ്റ് ഓൺ ദ മീഡിയം, അതായത് ലൈറ്റ് വന്ന് പതിക്കുന്നത്. അപ്പം ഈ പതിക്കുന്ന പോയിന്റിൽ നിന്നും ഞാൻ കംപ്ലീറ്റ് റേയിലേക്ക് ഒരു എൻവലപ്പ് വരച്ചാൽ അതാണ് നമ്മുടെ വേവ് ഫ്രണ്ട്. സോ ദാറ്റ് വേവ് ഫ്രണ്ട് ഈസ് കോൾഡ് ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഈ ലൈറ്റ് റേ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു. ഇത് ഡെൻസർ മീഡിയത്തിലായതുകൊണ്ട് റയറർ ടു ഡെൻസർ ബെൻഡിങ് ടുവേർഡ്സ് ദ നോർമലിലേക്ക് മൂവ് ചെയ്യുന്നത് കൊണ്ട് ലൈറ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നു. ഇവിടെ ഈ ലൈറ്റ് സെയിം മീഡിയത്തിലായതുകൊണ്ട് അതേ മീഡിയത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു ടിൽ സി. അവിടെ സി എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഇത് ബെൻഡ് ചെയ്യുന്നു. കാരണം എന്താണ്? റയറർ ടു ഡെൻസർ മീഡിയം. സോ ഇതാണ് റേ ഡയഗ്രത്തിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. ഇനി ഈ വേവ് ഫ്രണ്ട് ഞാൻ എങ്ങനെ വരച്ചു? ദ പോയിന്റ് വെൻ ദ ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ്, ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ആ പോയിന്റിൽ നിന്നും ഒരു എൻവലപ്പ് വരയ്ക്കുന്നു. ദാറ്റ് ഈസ് മൈ ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട്. സിമിലർലി റിഫ്രാക്ഷൻ്റെ പോയിന്റിൽ നിന്നും ഞാൻ വരയ്ക്കുന്ന എൻവലപ്പ് ദാറ്റ് ഈസ് റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട്. വേവ് ഫ്രണ്ട് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ പാർട്ട് 1 കണ്ടതാണ്. സോ സെയിം വേവ് ഫ്രണ്ട്, ഇൻസിഡൻറ്റ് ആൻഡ് റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഗതി നിങ്ങൾ കണ്ടു. ഇവിടെ ഇപ്പം ബി സി എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസും ട്രാവൽ ചെയ്യുന്നുണ്ട് ലൈറ്റ്. എ ഡി എന്ന് പറയുന്നതും. സപ്പോസ് ഐ ആം ഗിവിങ് എ ഈക്വൽ ടൈം ടി വെൻ ദ ലൈറ്റ് ഈസ് റീച്ചസ് ഹിയർ, ദിസ് വിൽ റൈറ്റ് ഹിയർ. ഓർ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, അതായത് ഇവിടുന്ന് ലൈറ്റ് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നത് v2 സ്പീഡിലാണ്, ബിയിൽ നിന്നും സിയിലേക്ക് ട്രാവൽ ചെയ്യുന്നത് v1 ആണ്. സോ v1 ഇസ് ഗ്രേറ്റർ ദാൻ v2. അതുകൊണ്ടാണ് ഇത് കൂടുതൽ ദൂരവും ഇത് കുറച്ച് ദൂരവും സഞ്ചരിക്കുന്നത്. ഈ റേ ഡയഗ്രാം നിങ്ങൾ ഇങ്ങനെ തന്നെ വരച്ച് പഠിക്കണം. കാരണം എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ ദൂരം നമുക്ക് എങ്ങനെ കാണാം? ഇവിടുത്തെ വെലോസിറ്റി v1, അതിന് നമ്മൾ കൊടുത്ത ടൈം t. അങ്ങനെ v1 ഇൻറ്റു ടി യു വിൽ ഗെറ്റ് വാട്ട്? ദ ഡിസ്റ്റൻസ് ബി സി. അതുപോലെ തന്നെ ഇവിടുത്തെ വെലോസിറ്റി v2 ആണ്. ഞാൻ കൊടുക്കുന്ന ടൈം സെയിം ടി ആണെങ്കിൽ യു വിൽ ഗെറ്റ് v2 ഇൻറ്റു ടി. അപ്പം ഈ ദൂരം എ ഡി എന്ന് പറയുന്നത് v2 ഇൻറ്റു ടിയും ഈ ദൂരം v1 ഇൻറ്റു ടിയും. ടൈം ഇൻറ്റു വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ്. ആ ഐഡിയ ഉപയോഗിച്ചിട്ട് ഞാൻ ബി സിയും എ ഡിയും കണ്ടു. എൻ്റെ ഐഡിയ അല്ലെ, ദാറ്റ് മീൻസ് എനിക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? റിഫ്രാക്ഷൻ. എന്താണ് റിഫ്രാക്ഷൻ എന്ന് നമുക്കറിയാം, നമ്മൾ പറഞ്ഞു. ഇനി റിഫ്രാക്ഷൻ സംഭവിക്കുന്നു എങ്കിൽ ലോ ഓഫ് റിഫ്രാക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ലോ ഓഫ് റിഫ്രാക്ഷൻ്റെ രണ്ടാമത്തത് എന്തായിരുന്നു? യെസ്, സ്നെൽസ് ലോ. അപ്പം നമ്മളിവിടെ വെരിഫൈ ചെയ്യാൻ വേണ്ടി പോകുന്നു. വാട്ട് ഇസ് സ്നെൽസ് ലോ എന്ന് പറഞ്ഞാൽ സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഓർ ദാറ്റ് ഇസ് v1 ബൈ v2. ഇതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അത് നമുക്ക് ഇവിടുന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ബി സിയുടെ ലെങ്ത്തും എ ഡിയുടെ ലെങ്ത്തും കണ്ടത്. രണ്ടും ലൈറ്റ് ട്രാവൽ ചെയ്ത ദൂരമാണ്, വെലോസിറ്റി ഇൻറ്റു ടൈം. ഇവിടെ ലൈറ്റ് ഹിറ്റ് ചെയ്താൽ പിന്നെ സ്ലോ ആവും. സോ v2 ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് v1. അതുകൊണ്ടാണ് കൂടുതൽ ദൂരവും കുറവ് ദൂരവും. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് എന്നാൽ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും ഉണ്ട്, ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും ഉണ്ട്. സോ കൺസിഡർ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ABC. ABC റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വാട്ട് ഇസ് സൈൻ ഐ? എന്താണ് സൈൻ ഐ? സൈൻ ഐ ഈസ് ഈക്വൽ ടു ദിസ് VI or BC by AC. BC by AC. What is BC? BC is V1T by AC. അതുപോലെ തന്നെ കൺസിഡർ ദിസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ADC. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ADC. കൺസിഡർ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ADC. അങ്ങനെയാണെങ്കിൽ what is sin R? The sin R is equal to this distance AD by AC. AD എന്താണ്? വെലോസിറ്റി ഇൻറ്റു ടൈം, v2t ബൈ AC. ക്ലിയർ ആണോ? എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്? ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ഇവിടെ ലൈറ്റ് റേ വന്ന് പതിക്കുന്ന ആംഗിൾ I ആണെങ്കിൽ ഈ ആംഗിളും I ആയിരിക്കും. സിമിലർലി ഇവിടെ വന്ന് പതിക്കുന്ന ആംഗിൾ R ആണെങ്കിൽ ഇതും R ആയിരിക്കും. സോ ഇത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ABC ആണ്. അതിൻ്റെ അങ്ങനെയാണെങ്കിൽ സൈൻ ഐ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടൻസ്, ദാറ്റ് മീൻസ് v1t ബൈ VAC. Similarly, we will have sin IC, sin R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ v2t by AC. Okay, then so this is what sin I and sin R. Then what is sin I by sin R?
സൈൻ ഐ ബൈ സൈൻ ആർ. സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് പറഞ്ഞാൽ V1t ബൈ എ സി ഹോൾ ഡിവൈഡഡ് ബൈ V2t ബൈ എ സി. റൈറ്റ്. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? എ സി കോമൺ ആണ്, ക്യാൻസൽ ചെയ്ത് പോവും. സോ യു വിൽ ഗെറ്റ് V1t by V2t. Again t is common, so you will get sin I by sin r is equal to V1 by V2. V1 by V2 അത് തന്നെയല്ലേ നമ്മുടെ എന്ത് N21, that is equal to N21. സോ ഇതിന് പറയുന്ന പേരെന്താണ്? ഇതാണ് സ്നെൽസ് ലോ. സ്നെൽസ് ലോ. അപ്പം സ്നെൽസ് ലോ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്നെൽസ് ലോ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? വേവ് ഫ്രണ്ട് ഉപയോഗിച്ചും എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാം? റിഫ്രാക്ഷൻ. സോ ദിസ് ഇസ് വാട്ട് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ബൈ യൂസിങ് വേവ് ഫ്രണ്ട്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു ഇൻസിഡൻറ്റ് റേ ഉണ്ട്, ആ ഇൻസിഡൻറ്റ് റേ ഉപയോഗിച്ച് ഒരു ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട് ഉണ്ടാക്കി, അതുണ്ടാക്കുന്ന ആംഗിൾ ഇൻസിഡൻറ്റ് ആംഗിളാണ്. അതുപോലെ തന്നെ ഒരു റിഫ്രാക്റ്റഡ് വേവ് ഉണ്ട്, റിഫ്രാക്റ്റഡ് റേ ഉണ്ട്, സോ റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് ഉണ്ട്, അതുണ്ടാക്കുന്ന ആംഗിൾ ആറാണ്. സോ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു, സൈൻ ഐ എന്താണെന്ന് കണ്ടു, സൈൻ ആർ എന്താണെന്ന് കണ്ടു, സൈൻ ഐ ബൈ സൈൻ ആർ കണ്ടു നോക്കി. അപ്പം നമുക്ക് എന്ത് കിട്ടി? V1 by V2 കിട്ടി. V1 by V2 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? റിഫ്രാക്റ്റീവ് index of this is N2 and this is N1, you will get N1 by N2. Okay, so that is what Snell's law. So Snell's law is verified. So Snell's law എന്ത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ വെരിഫൈ ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടുത്തിയത്? ബൈ കൺസിഡറിങ് ഇൻസിഡൻറ്റ് വേവ് ആൻഡ് റിഫ്രാക്റ്റഡ് വേവ്. അങ്ങനെ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഫിനോമിന നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, സോ ഇതാണ് നമ്മളിപ്പോൾ കണ്ടത്. ആദ്യം നമ്മൾ റിഫ്ലക്ഷൻ പ്രൂവ് ചെയ്തു, നൗ റിഫ്രാക്ഷൻ ഈസ് പ്രൂവ്ഡ്. ഓക്കെ, സോ അടുത്ത മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വേവ് ഒപ്റ്റിക്സിൻ്റെ തേർഡ് പാർട്ടുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.